ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു സ്പെഷ്യൽ ചിക്കൻ്റെ റെസിപ്പിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക മസാല ചേർത്തിട്ട് പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റിൽ ഒരു അടിപൊളി ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ പൊറോട്ട ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഈ ഒരു ചിക്കനിലൊക്കെ ആ ഒരു മസാലയൊക്കെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ചിക്കൻ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിന് മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചിക്കൻ ഗ്രേവി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 750 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് വഴന്ന് അതിലൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടുകയുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഏകദേശം വഴന്ന് വരുന്ന ഒരു സമയത്ത് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അത്യാവശ്യം നിറയെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. അപ്പോൾ ഇവ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണക്കം മാറി വരട്ടെ, അതുവരെ നന്നായിട്ട് തന്നെ ഇളക്കി വഴറ്റിയെടുക്കാം. പച്ചമണക്കം മാറി കിട്ടിയാൽ പിന്നെ അതിലേക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ചിക്കൻ അവിടെ വെന്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ചെറിയ ജീരകം കൂടി പോവരുത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം, ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇവ മൂന്നും കൂടി ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം ചിക്കനും ഏകദേശം വെന്ത് വരുന്നുണ്ട്. അതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇപ്പോൾ റെഡിയാക്കി പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ വെള്ളം വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടാണ് വറ്റിച്ചെടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്ന ഈ ഒരു സമയത്ത് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് തക്കാളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിന് പകരമായിട്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം.
തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരുപാട് ഗ്രേവി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഒരുപാട് വറ്റിച്ചെടുക്കണമെന്നൊന്നുമില്ല. പിന്നെ നല്ല ഡ്രൈ ആയിട്ടാണെങ്കിൽ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുത്താലും മതിയാവും. ഞാൻ കൂടുതൽ വറ്റിച്ചെടുത്തിട്ടുമില്ല, എന്നാൽ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുമില്ല, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളകൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെയൊക്കെയായാലും നല്ല കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.